അപ്പോൾ ഹലോ കൂട്ടുകാരെ, ഇതാ പുതിയ വീഡിയോ മാറ്റി എത്തിയിട്ടുണ്ട്. ഇന്നൊരു മുട്ടക്കറിയാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 3 മുട്ട എന്ന് പറഞ്ഞാൽ മഞ്ഞക്കുരു വേണ്ട, വെള്ളം മാത്രം വെന്താൽ മതി. 3 സവാള എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയ്ക്ക് ഒരു സവാള കണക്കിന്. ഒരു ചട്ടി വെച്ച് ചൂടായിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കണം അതിലേക്ക് ചേർക്കാം. അത് ജസ്റ്റ് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഈ 3 സവാള അരിഞ്ഞതും കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതൊരു പ്രത്യേക രീതിയിൽ തന്നെ ഉണ്ടാക്കി നല്ല രസമുണ്ട്, കഴിക്കാൻ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ചുണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളിത് വീഡിയോയ്ക്ക് ആക്കിയതാണ്. ഇപ്പോൾ 2 പച്ചമുളകും കൂടെ അതിലിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ ഒരു തക്കാളി, വലിയ തക്കാളിയാണ്, ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നീളയാണ് നമ്മൾ തക്കാളി അരിഞ്ഞത്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം വാടി കിട്ടാനുള്ള ഒരു ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഇളക്കണം. ഇളക്കി നന്നായിട്ട് ഇതിനകത്ത് വെന്ത് ചേരണം, അതുവരെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ വെന്ത് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അത്യാവശ്യം പൊടികളൊക്കെ ഇടണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി നല്ല നാടൻ മഞ്ഞൾപ്പൊടി കിട്ടിയാൽ ഇടണം. പിന്നെ മുട്ടക്കറിക്ക് അത്യാവശ്യമായ മല്ലിപ്പൊടി, നല്ല എരിവുള്ളൊരു മുളക്, ഇത് കാശ്മീരി മുളകാണ്. പിന്നെ അത്യാവശ്യം വേണ്ട ഒരു സാധനം അറിയാമല്ലോ, കുരുമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടികളെല്ലാം ഇടുമ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ഇളകി നല്ല ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹോള് പോലെ ഇങ്ങനെ ആക്കി എടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും പറയാം. മുട്ട മൂന്നെണ്ണം ഇതിലോട്ട് ഇട്ടിട്ട്, അപ്പോൾ വേവിച്ച് കുറഞ്ഞതായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കുത്തി ഉടച്ച് ഇതിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞക്കറി ഉണ്ടില്ലേ, മഞ്ഞക്കറി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ വേവിച്ചെടുക്കാവൂ. അതായത് മുട്ട വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. പിന്നെ സ്പെഷ്യലായിട്ടൊരു പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ആദ്യം ഇട്ടതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർക്കുക. കണ്ടില്ലേ, എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, നല്ല ടേസ്റ്റുമാണ്. ഒരു പ്രത്യേക രുചിയാണ്. നമുക്ക് മുട്ടയുടെ വെള്ളം ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് കടിച്ച് തിന്നാനുള്ള ടേസ്റ്റ് ഉണ്ട്. അല്ലാതെ ഗ്രേവി ആയിട്ട് അങ്ങനെ നോക്കാം, പ്രത്യേക രുചി തന്നെയാണ്. ആ മുട്ടയുടെ മഞ്ഞ ഇതിനകത്ത് ഗ്രേവിയിൽ ചേർന്നിട്ടുള്ളതുകൊണ്ട് നല്ല സൂപ്പർ രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. കണ്ടില്ലേ, അത്യാവശ്യ സാധനങ്ങൾ മതിയാവും. നമ്മുടെ മുട്ടക്കറി പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ദോശയിലൂടെയാണ്. എനിക്ക് 3 ദോശയും കറിയായിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ചപ്പാത്തി എല്ലാവരുടെയും കഴിക്കാൻ കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. നല്ല എന്തിനോട് ചേരുന്നുണ്ട്, നല്ല എരിവും എല്ലാം കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, എന്തിനോട് കഴിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ മറ്റ് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.